ഹായ്. അപ്പോൾ നമുക്ക് അടുത്ത കഥ കേൾക്കാം. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ കഥയിൽ യോസേഫിൻ്റെ അടുത്ത് യോസേഫിൻ്റെ ചേട്ടന്മാർ ആഹാരത്തിന് വേണ്ടി കടന്നു വന്നു. അവർക്ക് ആഹാരം കൊടുത്തു. യോസേഫ് പറഞ്ഞത് പ്രകാരം അവരിൽ ഒരാളെ യോസേഫ് അവിടെ പിടിച്ചു വെച്ചു. അങ്ങനെ അവർ എല്ലാവരും മിസ്രൈമിൽ നിന്ന് കനാനിലോട്ട് യാത്രയായി. കഴുതപ്പുറത്ത് ചാക്കിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് യാത്രയായത്. അപ്പോൾ മിസ്രൈമിൽ നിന്ന് കനാലിലോട്ട് പോകാൻ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു സ്ഥലത്ത് അവരുടെ മൃഗങ്ങളെല്ലാം കഴുതേനെല്ലാം നിർത്തി അവർ ഇത്തിരി റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ വെച്ച് അവർ അവരുടെ ചാക്കിലുള്ള എന്തോ കാര്യം എടുക്കാൻ വേണ്ടി ചാക്ക് തുറന്നപ്പോൾ അതിനകത്ത് ഒരാളാണ് ചാക്ക് തുറന്നത്. ചാക്ക് തുറന്നപ്പോൾ ചാക്കിനകത്ത് അവർ കൊടുത്തിരുന്ന പണം, അവർ കൊടുത്ത ക്യാഷ് അവിടെ അതിനകത്ത് തന്നെ വെച്ചേക്കുന്നത് കണ്ടു. ദൈവമേ, അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത്രയും സമയം നമ്മൾ കള്ളാണ് പറയണതെന്ന് പറഞ്ഞാണ് ആ മേലധികാരി നമ്മുടെ അടുത്ത് സംസാരിച്ചേക്കണത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത കാശ് ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടതെന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇനി വീണ്ടും പിടിക്കും. അവർക്കാകെ പേടിയായി. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓൾറെഡി അവരുടെ ഒരു ബ്രദർ അവിടെയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ അവർ ഭയങ്കര സങ്കടത്തിലായി. അത് കഴിഞ്ഞിട്ട് അവർ നേരെ അവിടുന്ന് യാത്ര പുറപ്പെട്ട് അവസാനം അവരുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവരവരുടെ അപ്പനായ യാക്കോബിൻ്റെ അടുത്ത് ഈ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടുത്തെ മേലധികാരി ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കഠിനമായിട്ട് ഏർപ്പെട്ടു, ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ യോസേഫ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അപ്പോൾ ഇങ്ങനെ ഈ ബെന്യാമീനെ കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ യോസേഫ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബെന്യാമീൻ്റെ കാര്യം അവിടെ പറയാൻ പോയത്? അപ്പോൾ ഞങ്ങൾ 12 പേരും 12 സ്ഥലത്തു നിന്നാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരം വന്നപ്പോൾ ഞങ്ങളൊരു അപ്പൻ്റെ മക്കളാണ്, കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. അതിലൊരാളെ കാണാനില്ല, ഒരാളെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ ആണ് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അപ്പം ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുമെന്ന്. അങ്ങനെയല്ല ഇവർ പറഞ്ഞു. ഭയങ്കര അപ്പം ഇത് കേട്ടപ്പോൾ യാക്കോബിന് ഭയങ്കര സങ്കടമുണ്ടായി. എൻ്റെ ഒരു മോനെ ഓൾറെഡി പോയി, ഇപ്പോൾ അടുത്ത മോനെ അവിടെ പിടിച്ചു വെച്ചേക്കുവാണ്, ഇനി എൻ്റെ ഇളയ മോനെയും കൂടെ കൊണ്ടാവുമ്പോഴാണ്, ദൈവമേ എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുള്ള രീതിയിൽ യാക്കോബിന് ഭയങ്കര സങ്കടമായി. അങ്ങനെ ദിവസങ്ങളൊക്കെ അങ്ങ് കടന്നുപോയി. ഇവർ കൊണ്ടുപോയ ഭക്ഷണം ഒക്കെ ഏകദേശം തീരാറായി. ക്ഷാമം അതിരൂക്ഷമായിട്ട് എത്തി. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇവർ ഈ രാജാവിൻ്റെ ഈ മിസ്രൈമിൽ യോസേഫിൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം മേടിക്കാൻ വേണ്ടി വീണ്ടും അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ തവണ അവർ പുറപ്പെട്ടപ്പോൾ, കഴിഞ്ഞ തവണ അവർ ചാക്ക് തുറന്നപ്പോൾ എല്ലാവരുടെ ചാക്കിലും അവർ കൊടുത്തിരുന്ന പണം ഉണ്ടായിരുന്നു. ആ പണം ഈ തവണ അവർ എല്ലാവരും തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ കള്ളം പറയുന്നവരല്ല, സത്യം മാത്രം പറയുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതിനാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരവിടെ നിന്ന് നടന്ന് കാര്യങ്ങളായിട്ട് ഈ കഴുതയുടെ കൂട്ടി ഇവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ യോസേഫിനെ കണ്ട് അങ്ങനെ യോസേഫിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ യോസേഫ് അവിടെയുള്ള ഗൃഹവിചാരകൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അവിടെ യോസേഫിൻ്റെ കാവൽക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം റെഡിയാക്കണം, ഇവരുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇവരുടെ അടുത്ത് ഇത് യോസേഫ് പറഞ്ഞില്ല. യോസേഫിൻ്റെ പരിചാരകൻ്റെ അടുത്താണ്, സേവകൻ്റെ അടുത്താണ് ഇത് പറഞ്ഞത്. അങ്ങനെ സേവകൻ യോസേഫ് പറഞ്ഞ പ്രകാരം ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ അയ്യോ പെട്ട്, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, അയാളുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോകണത്, എന്താണോ ചെയ്യാൻ പോണേ? ഇവർക്കെല്ലാം ഭയങ്കര പേടിയായി. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവർ പറഞ്ഞു, കഴിഞ്ഞ തവണ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ അതിനകത്ത് ഞങ്ങൾ കൊടുത്ത കാശ് എല്ലാവരുടെ ചാക്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആരാണ് ആ പണം അതിനകത്ത് വെച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പരിചാരകൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പേടിക്കണ്ട, ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ ചിലപ്പോൾ വെച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വന്നപ്പോൾ ഇവരുടെ പിടിച്ചു വെച്ച ബ്രദറിനെ, ആ ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് കഴിഞ്ഞ തവണ പിടിച്ചു വെച്ച ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ യോസേഫ് അവിടെ എത്തി. അങ്ങനെ അവർ യോസേഫിൻ്റെ വീട്ടിലെത്തി. അവിടെ അവരുടെ കഴുതയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ കാല് കഴുകി കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ളതിന് യോസേഫ് അവിടെ കടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം യോസേഫിനെ വന്ദനം ചെയ്തു, നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ അടുത്ത സ്വപ്നം വീണ്ടും ഇതായി. ഓക്കെ.
യോസേഫ് അന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവരുടെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യോസേഫ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നു. ഇവരതിനെല്ലാം ചേട്ടന്മാരതിനെല്ലാം ഉത്തരങ്ങൾ പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ പോയി കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതിനുശേഷം ഇവരെ ഒരുമിച്ച്, അതായത് ആ ചേട്ടൻ അനിയൻ അങ്ങനെ ഓർഡറിൽ, അങ്ങനത്തെ ആ കറക്റ്റ് ഓർഡറിൽ ഇവരെ കഴിക്കാൻ വേണ്ടി യോസേഫ് ഇരുത്തി. അപ്പോൾ അവർ ഞെട്ടി, ഇതെങ്ങനെ ഇങ്ങനെ ഇരുത്തിയേ എന്നുള്ളതിൽ. കാരണം 11 പേരുണ്ട്. അപ്പോൾ ഈ 11 പേരെ കറക്റ്റായിട്ട് ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുണ്ടായ ടൈം നോക്കിയുള്ള, അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള നിലയ്ക്ക് അവരെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ നല്ല പാട് പിടിച്ച പണിയല്ലേ. അപ്പോൾ യോസേഫ് ഇവർ അങ്ങനെയൊക്കെ ഇരുത്തി ഇവർക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. അത് മാത്രമല്ല, ബെന്യാമീന്, അതായത് ഏറ്റവും ഇളയ സഹോദരനെ ഈ തവണ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് എല്ലാവരെക്കാളും കൂടുതലായിട്ട് ആഹാരം യോസേഫ് കൊടുത്തു. അങ്ങനെ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബെന്യാമീനെ ഈ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ബെന്യാമീനെ കൊണ്ടുവന്ന് ബെന്യാമീനെ കണ്ടു കഴിഞ്ഞപ്പോൾ യോസേഫിന് സങ്കടം വന്നു. യോസേഫ് അകത്ത് റൂമിൽ പോയി കരഞ്ഞ് കഴിഞ്ഞ് കണ്ണൊക്കെ തുടച്ചിട്ട് ഇവരുടെ അടുത്ത് വന്ന്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. ഓക്കെ, അങ്ങനെ യോസേഫ് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ യോസേഫിൻ്റെ പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി പോയിട്ട് ഇവരുടെ ചാക്കിലും ഭക്ഷണം നിറയ്ക്കണം. ഭക്ഷണം നിറച്ചിട്ട് ഓരോരുത്തരുടെ ദ്രവ്യം അവരവരുടെ ചാക്കിൽ തന്നെ വെക്കുക. ഒപ്പം ഏറ്റവും ഇളയ ആളായ ബെന്യാമിൻ്റെ ചാക്കിൽ മാത്രം ഞാൻ കുടിക്കണ പാനപാത്രം അവൻ്റെ ചാക്കിൽ എടുത്ത് കെട്ടി വെക്കണം എന്നുള്ള ഇത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആ പരിചാരകൻ അത് ചെയ്തു. ഓക്കെ, അങ്ങനെ പറഞ്ഞ പോലെ തന്നെ പരിചാരകൻ ചെയ്തു. അപ്പോൾ ഈ ചേട്ടന്മാർ ഇതൊന്നും അറിയുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോസേഫ് ചെയ്യുന്നത് ഇവരറിയുന്നില്ല. യോസേഫ് കൽപ്പിച്ച പോലെ തന്നെ ചെയ്തു. അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ അവർ കഴുതയൊക്കെ ആയിട്ട് ഈ 11 പേരും അവർക്ക് കിട്ടിയ ഭക്ഷണമായിട്ട് ചാക്കിൽ വെച്ച് ഇവർ പുറപ്പെട്ടു പോവുകയാണ്. ഓക്കെ, അങ്ങനെ അവർ പോയിക്കൊണ്ടിരുന്ന പട്ടണത്തിന് വെളിയിലെത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ യോസേഫ് എന്ത് ചെയ്തു? യോസേഫ് ഈ പരിചാരകൻ്റെ അടുത്ത്, ഈ പാത്രം അകത്ത് വെച്ച പരിചാരകൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അവരുടെ ഒപ്പം പോയി അവരെ പിടിക്കുക എന്ന് പറഞ്ഞു. ഒപ്പം എത്തുമ്പോൾ അവരോട്, ഞാൻ നിനക്ക് നല്ലത് മാത്രമല്ലേ ചെയ്തോളൂ, എന്നിട്ട് നിങ്ങളെന്തിനാ എൻ്റെ അടുത്ത് ദോഷമായിട്ട് ചെയ്തത്? നിങ്ങൾ എൻ്റെ പാനപാത്രം എടുത്തുകൊണ്ട് പോയി എന്നുള്ള നിലയിൽ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് പറഞ്ഞ പ്രകാരം ഈ പരിചാരകൻ വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ആരുടെയെങ്കിലും ചാക്കിൽ തുറക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ യോസേഫ് ഇങ്ങനെ പരിചാരകൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ യോസേഫിൻ്റെ പരിചാരകർ കഴുതനം കൊണ്ട് പോകുന്ന വഴിക്ക് ചെന്ന് അവരെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ മേലധികാരി നല്ല രീതിയിലല്ല നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തത്, നന്മയായിട്ടല്ലേ നിങ്ങൾക്കെല്ലാം ചെയ്തത്, അപ്പോൾ നിങ്ങളെങ്ങനെ ഇങ്ങനെ ദോഷമായിട്ട് ചെയ്യണേ? അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയണത്? ഞങ്ങളൊരു ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ സമ്പാദ്യം, ഞങ്ങൾ ആ ആഹാരത്തിൻ്റെ പണം അതിനകത്ത് വെച്ചിട്ട് അത് തിരിച്ചു വെച്ചത് കാരണം ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി തരുക ചെയ്തത്, ഞങ്ങളൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞു, ശരി, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആ മേലധികാരിയുടെ യോസേഫിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ മോഷ്ടിക്കുകയോ എന്തെങ്കിലും കാര്യം ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മരിക്കേണ്ടവനാണ് എന്നുള്ള ഇതിൽ ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങളെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പരിചാരകർ വന്ന് ഓരോരോ ചാക്കായിട്ട് നോക്കാൻ തുടങ്ങി. ആദ്യത്തെ ചാക്ക് നോക്കി, ഒന്നുമില്ല. രണ്ടാമത്തെ ചാക്ക് നോക്കി, അതിലൊന്നുമില്ല. അങ്ങനെ ഓരോരോ ചാക്ക് വന്ന് അങ്ങനെ 11ാമത്തെ ചാക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ബെന്യാമിൻ്റെ ചാക്ക് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് യോസേഫിൻ്റെ പാനപാത്രം കണ്ടുപിടിച്ചു. ഇത് കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ദേഷ്യവും സങ്കടമൊക്കെ വന്ന് വസ്ത്രം കീറി അവർ തിരിച്ച് യോസേഫിൻ്റെ അടുത്തോട്ട് മടങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ യോസേഫിൻ്റെ അടുത്ത് ഇവർ മടങ്ങി ചെല്ലുവാണ്. യോസേഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ യോസേഫിനെ കണ്ടിട്ട് അവർ സാഷ്ടാംഗം യോസേഫിൻ്റെ അടുത്ത് വീണു. യോസേഫ് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെന്തായാലും ഈ ചെയ്തത് ശരിയായില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പെരുമാറിയത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു, എൻ്റെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ചു. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഈ ചെയ്ത കള്ളത്തരം വളരെ മോശമായിപ്പോയി എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ചേട്ടന്മാർ പറഞ്ഞു, ദൈവം ഞങ്ങളുടെ തെറ്റൊക്കെ കണ്ടുപിടിച്ചു, അത് കാരണം ഞങ്ങളെല്ലാവരും അങ്ങക്ക് അടിമകളായിട്ട് ഇരുന്നോളാം, അങ്ങ് എന്ത് പറയണോ അത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ യോസേഫ് പറഞ്ഞു, അങ്ങനെ വേണ്ട, ആരുടെ ചാക്കിലാണോ പാത്രം കണ്ടുപിടിച്ചത് അവൻ എനിക്ക് അടിമയായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബെന്യാമീൻ്റെ ചാക്കിലാണ്. ഓൾറെഡി അവിടെ നിന്ന് പോരുമ്പോൾ ബെന്യാമീനെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് യാക്കോബ്
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി. ഇപ്പോൾ ബെന്യാമീനെ ഇവിടെ പിടിച്ചു വെച്ച വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ വഴക്ക് പറയും. അപ്പോൾ ഇവർ പറഞ്ഞു ആകെ പ്രശ്നമാണ്, അങ്ങനെ പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ. അപ്പോൾ ബെന്യാമീനെ കൊണ്ടു ചെല്ലാണ്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പൻ മരിക്കും, ബെന്യാമീൻ ഇല്ലാണ്ട് അപ്പൻ്റെ അടുത്തോട്ട് ചെല്ലണ്ടെന്നാണ് അപ്പൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ബെന്യാമീനെ അങ്ങ് പിടിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും എന്ന് പറഞ്ഞു. ബെന്യാമീൻ ഇല്ലാണ്ട് ചെന്നാൽ അപ്പം മരിച്ചു കളയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളോട് എന്തെങ്കിലും കരുണയുണ്ടാകണേ എന്ന് ഈ ചേട്ടന്മാർ യോസേഫിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോസേഫിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. യോസേഫ് എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. എന്നിട്ട് യോസേഫ് പറഞ്ഞു, ഞാനാണ് യോസേഫ്, നിങ്ങൾ പൊട്ടക്കിണറ്റിലിട്ട് അവിടെ നിന്ന് ഇസ്മായിലിയർക്ക് വിറ്റ യോസേഫാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ ചേട്ടന്മാർക്കെല്ലാം ഭയങ്കര ഷോക്കായി. കാരണം അവർക്ക് ഇതുവരെ ഇത് യോസേഫാന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് യോസേഫ് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഇവർക്ക് യോസേഫിനോട് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം ഒന്നും ഇവർക്ക് അറിയില്ല. ആ അവസ്ഥയ്ക്കായിരുന്നു നിന്നത്. അപ്പോൾ യോസേഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മുന്നേ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ദൈവം ഇങ്ങനെയുള്ള വരൾച്ച കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് ദൈവം അറിഞ്ഞ് എന്നെ മിസ്രൈമിൽ അയച്ചു. അതുകൊണ്ട് എൻ്റെ കുടുംബക്കാർ എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടി ദൈവം എന്നെ ഇങ്ങനെ അവസ്ഥയൊക്കെ പറഞ്ഞു വിട്ടാണ്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട, ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് പറഞ്ഞ് യോസേഫ് നന്നായിട്ട് കരഞ്ഞു. എല്ലാവരെയും കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. അങ്ങനെ യോസേഫ് അവരുടെ മുന്നിൽ, ഞാനാണ് യോസേഫ്, എൻ്റെ സ്വപ്നം അങ്ങനെ ആ രീതിയിൽ ഞാനായി എന്നുള്ള നിലയ്ക്ക് യോസേഫ് അവിടെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയായി. അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് യോസേഫ് അവിടെ നിന്ന് അവരെ വിട്ടു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര ദിവസമായി യോസേഫിൻ്റെ കഥ ഇങ്ങനെ പോകുന്നു. ഈ കഥയിൽ കേൾക്കുമ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോരോ കാര്യങ്ങൾ യോസേഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾ കേട്ടു. യോസേഫിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു അവസാനമായിട്ട് വന്നത് യോസേഫ് എന്ത് സ്വപ്നം കണ്ടോ ആ രീതിയിൽ തന്നെ കാര്യങ്ങളെത്തി. അപ്പോൾ യോസേഫ് അന്ന് അവിടെ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ക്ഷാമം വന്ന് പട്ടിണിയിൽ യോസേഫിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ദൈവം മുന്നേ യോസേഫിനെ ഇങ്ങനൊരു കാര്യത്തിന് അയച്ചു എന്നാണ് യോസേഫ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാലും ദൈവം അറിയാണ്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് നല്ലതാണെങ്കിലും വേദനയുള്ള കാര്യങ്ങളാണെങ്കിലും സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഓക്കെ, അപ്പോൾ ഇനി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ദിവസം അടുത്ത കഥയായിട്ട് കേൾക്കാം. ഈ വിവരങ്ങൾ യോസേഫിൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി പറയണം. അപ്പൻ അത് കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നാളത്തെ കഥ കേൾക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.